മഹാസരസ്വത്യൈ നമഃ. തളികയിൽ വെച്ചൊരരിയിലും കൈവിരൽ മൃദുധരം പിടിച്ച് ആമുദലക്ഷരം ഗുരുകൃപാകരം ഓരോന്നെഴുതിച്ചു വരമരുളുകൻ ദേവി സരസ്വതി. ദേവീ ശരണമമ്മേ മൂകാംബികേ ശരണം. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 39-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ധർമാധർമ്മങ്ങളെക്കുറിച്ച് ദേവി വിസ്തരിച്ച് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. തൻ്റെ മുഖത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള വേദവും വേദാടിസ്ഥാനമായിട്ടുള്ള സ്മൃതിപുരാണങ്ങളുമാണ് വേദോക്തപരമായിട്ടുള്ളത്. അതിനെയാണ് അനുകരിക്കേണ്ടത്, അതിൽ പറഞ്ഞ വാക്യങ്ങളെയാണ് പിന്തുടരേണ്ടത് എന്നുള്ളതിനെ അവിടെ ദേവി പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ഏത് വിധത്തിലാണെങ്കിലും ഒരു വൈദികൻ വേദത്തെ ആശ്രയിക്കുക തന്നെ വേണം. ധർമ്മത്തോടു കൂടിയ ജ്ഞാനമാണ് പരമമായിട്ടുള്ള ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുകയുള്ളൂ. ഏഷണകൾ എല്ലാം പരിത്യജിച്ച് എന്നെ തന്നെ ശരണം പ്രാപിച്ച സർവഭൂതങ്ങളോടും ദയയും മനസ്സിൽ അഹങ്കാരങ്ങളില്ലാത്തവരായിക്കൊണ്ടും എന്നെ തന്നെ സർവദാ സദാ ധ്യാനിച്ചുകൊണ്ട് പ്രാണസ്വരൂപിയായി എന്നെ കണ്ടുകൊണ്ട് എൻ്റെ തീർത്ഥസ്ഥാനങ്ങളെപ്പറ്റി പറയുന്നതിൽ താൽപ്പര്യമായിട്ടുള്ള സന്യാസിമാരും വാനപ്രസ്ഥരും ബ്രഹ്മചാരികളും ഭക്തിയോടുകൂടി സദാ വിരാട് സ്വരൂപത്തെ ഉപാസിക്കുന്നു. അവരെ എപ്പോഴും എന്നെ തന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന തമസ്സിനെ ഞാൻ തന്നെ ജ്ഞാനസ്വരൂപ പ്രകാശത്താൽ നശിപ്പിക്കും എന്നവിടെ പറയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എന്നിൽ പരമമായിട്ടുള്ള ഭക്തി വെച്ചാൽ ഇനി മനസ്സിൽ നമുക്ക് അറിഞ്ഞോ അറിയാതെ കണ്ടോ ഏതെങ്കിലും ഒരു വിധത്തിൽ അജ്ഞാനം ഉണ്ടാവുകയാണ് എന്ന് വന്നാൽ കൂടി അത് ദേവി സ്വയം പ്രസാദിച്ച് ആ ജ്ഞാനത്തിനെ മാറ്റി വേണ്ട ജ്ഞാനത്തിനെ പകർന്ന് തന്ന് അവരെ ഉദ്ധരിക്കണു എന്ന് പറയാണ്. ഇവിടെയാണ് ഭക്തിയുടെ മാഹാത്മ്യം. ഭക്തിക്ക് എന്താ നവതാ ഭക്തികളിൽ ആ ഭക്തിക്ക് എന്താ ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ആ ഭക്തൻ വഴി തെറ്റില്ല എന്നല്ല. ചില സാഹചര്യങ്ങൾ, ചില സന്ദർഭങ്ങളിൽ ചിലതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ കണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത കാരണം കൊണ്ട്, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒക്കെ മാർഗം തെറ്റിയെന്ന് വരാം. അപ്പോൾ നമ്മൾ ശ്രീമദ് ഭാഗവത പുരാണത്തിൽ പോയാൽ അവിടെ തന്നെ നമുക്ക് ആ ജാമളൻ്റെ കഥ ഷഷ്ഠസ്കന്ധത്തിൽ കാണണം. ഭഗവാനെ ധർമ്മ മാർഗത്തിൽ യജ്ഞത്താലും ഹോമത്താലും പൂജയാലും വൈദിക കർമ്മങ്ങളിൽ കൂടി രചിച്ചിരുന്ന ബ്രാഹ്മണനായിരുന്നു അജാമളൻ. പക്ഷേ എങ്കിലും ചില സന്ദർഭം വശാൽ അദ്ദേഹം ആ ബ്രാഹ്മണത്വമെല്ലാം നശിച്ച് ചണ്ടാളത്വം, ശൂദ്രത്വം, ചണ്ടാളത്വം ഒക്കെ സ്വീകരിച്ച് ആ വൃത്തിയിലൊക്കെ പോയി എന്നുണ്ടെങ്കിലും തക്ക സമയത്ത് ഭഗവാൻ അജാമളനെ അവിടെ വേണ്ട സൽബുദ്ധി കൊടുത്ത്, സത്സംഗം കൊടുത്ത്, ഉദ്ധരിച്ച് മുക്തി കൊടുത്ത് അനുഗ്രഹിച്ച കഥ നമുക്ക് അജാമിളോപാഖ്യാനത്തിൽ കേൾക്കാൻ കഴിയും. ആ ഒരു തത്വം തന്നെയാണ് ദേവിയും ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ ദേവിയെ ആരാണോ ദൃഢഭക്തിയോടുകൂടി ഭജിക്കുന്നത്
അവരിലുണ്ടാകുന്ന ദോഷങ്ങളെ ദേവി തന്നെ വേണ്ട സമയത്ത് വേണ്ട പ്രകാരം മാറ്റി അജ്ഞാനത്തിനെയെല്ലാം തീർത്ത് ജ്ഞാനത്തിനെ കൊടുത്ത് അനുഗ്രഹിക്കും ഞാൻ എന്നവിടെ പറയാണ്. ഇങ്ങനെ ആദ്യം ആ പറഞ്ഞിട്ടുള്ള വൈദിക പൂജയുടെ സ്വരൂപത്തെ അവിടെ ചുരുക്കത്തിൽ പറഞ്ഞു. രണ്ടാമത്തേത് വൈദിക മാർഗം, താന്ത്രിക മാർഗം. ഒരു മൂർത്തിയിൽ അല്ലെങ്കിൽ സൂര്യമണ്ഡലം, ഇന്ദുമണ്ഡലം, ജലം, ലിംഗം, ഉത്തമത്തിലുള്ള വസ്ത്രങ്ങൾ, യന്ത്രങ്ങൾ, ശ്രീഹൃദയാംഭോജം മുതലായിട്ടുള്ളവയിൽ പരാത്പരയായിട്ടുള്ള ദേവിയെ ധ്യാനിച്ച് സഗുണയും കരുണാപൂർണയും തരുണിയും അരുണനെപ്പോലെ അരുണവർണയും സർവാംഗസുന്ദരിയും ശൃംഗാര രസസമ്പൂർണയും ഭക്തരുടെ എല്ലാ ആഗ്രഹത്തെയും തീർക്കുന്നതിൽ ഉത്കണ്ഠിതയും പ്രസാദമുഖിയും ചന്ദ്രഖണ്ഡലാംകൃത ശിഖയും പാശാങ്കുശ വരാഭീതിധാരിണിയും ആനന്ദരൂപിണിയുമായിട്ടുള്ള അമ്പയെ അവനവൻ്റെ കഴിവിന് പ്രാപ്തിക്ക് അനുസരിച്ച് യഥാവിധി പൂജിക്കണം. എത്ര കാലം അന്തരപൂജയ്ക്കുള്ള അധികാരം ഉണ്ടാകുന്നില്ലയോ, അതായത് ധ്യാനാദികളിൽ ഇരുന്ന് മാനസപൂജ ചെയ്യാനുള്ള അധികാരം, അതിനുള്ള കഴിവ് ഉണ്ടാകുന്നില്ലയോ, അത്രയും കാലം ബാഹ്യമായിട്ടുള്ള ഈ പൂജകൾ ചെയ്യണം എന്ന് പറയാണ്. ആന്തരികമായിട്ടുള്ള പൂജ, മാനസികമായിട്ടുള്ള പൂജ ചെയ്യാൻ ഉള്ള കഴിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബാഹ്യപൂജ ഉപേക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ബാഹ്യപൂജ എന്നുള്ളത് എന്തിനാണ്? ഇപ്പോൾ ഒരു എഞ്ചിനീയർ, ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പം എന്തിനാ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ പഠിക്കണത്? നേരെ പൈസ കെട്ടിയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി ചേർന്നാൽ പോരെ എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ചേരാനുള്ള ഉപാധിയാണ്, വഴിയാണ് നമ്മൾ ജൂനിയർ KG, സീനിയർ KG 1ാം ക്ലാസ് മുതൽ അങ്ങോട്ട് മുമ്പോട്ട് ചെയ്തു പോകുന്നത്. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു എഞ്ചിനീയറോ ഡോക്ടറോ മറ്റോ ആവാൻ സാധ്യമാവുള്ളൂ. എന്ന മാതിരി ഈ ബാഹ്യകരണ പൂജകളൊക്കെ ചെയ്ത് 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 ആ അചഞ്ചലമായിട്ടുള്ള ഭക്തി ദേവിയിലുണ്ടായി, സത്സംഗങ്ങളിലെല്ലാം പോയി ദേവിയുടെ കൃപ കൊണ്ട് ദേവിയുടെ പരമാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കി ബാഹ്യ കരണങ്ങളാൽ ചെയ്യുന്നതായിട്ടുള്ള പൂജകളെയെല്ലാം നിർത്തി ഒരു സ്ഥലത്ത് നിശ്ചലമായി ഇരുന്നു കൊണ്ട് മനസ്സിനെ ദേവിയിൽ ഉറപ്പിച്ച് ആ ദേവിയിൽ മാനസികമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള പൂജ അല്ലെങ്കിൽ ധ്യാനം ചെയ്യാൻ കഴിവ് നേടണം. ആ കഴിവ് നേടുന്നത് വരെ നമ്മൾ ബാക്കിയല്ല ഈ ബാഹ്യകരണങ്ങളിൽ ഈ പറഞ്ഞ പൂജകൾ, തീർത്ഥാടനങ്ങൾ, ക്ഷേത്രാടനങ്ങൾ മുതലായവയൊക്കെ ചെയ്തുകൊണ്ട് വേണം അത് സമ്പാദിക്കാൻ. ഒരിക്കല സമ്പാദ്യം കിട്ടി, ധ്യാനത്തിലിരിക്കാനുള്ള യോഗ്യത കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യവും ഇല്ല. ആ ബ്രഹ്മത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയുക, ഈ ജഗത്ത് മിഥ്യയാണ് എന്നും മായയാണ് എന്നും ഞാൻ തന്നെയാണ് മായാധീശിയായിട്ടുള്ള ആ ബ്രഹ്മം എന്നും മനസ്സിലാക്കി എന്നിൽ മനസ്സ് ഉറപ്പിച്ച് സംസാര ദുഃഖം നശിക്കാൻ ആത്മസ്വരൂപിണിയായിട്ടുള്ള എന്നിൽ നിർവികൽപമായിട്ടുള്ള ഭക്തി നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ധ്യാനിക്കും.